ഹായ് ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ സ്റ്റോറിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഡ്രിഫ്റ്റ് ട്രക്കാണ് ഈ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്തിട്ട് ആദ്യം നിങ്ങൾക്ക് ആ ഡ്രിഫ്റ്റ് ട്രക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് സത്യം പറഞ്ഞല്ലേ യൂസ് ചെയ്തിട്ട് എൻ്റെ കിളി പോയ ഐറ്റമാണ്. അത്ര പവർഫുള്ളാണ്. ഈ ഒരു പ്രൈസിങ്ങിന് ഇത്രയും പവർഫുള്ളായിട്ടുള്ളൊരു RC കാർ, പവർഫുള്ളായിട്ടുള്ളൊരു ഡ്രിഫ്റ്റ് ട്രക്ക് ഞാൻ വേറെ കണ്ടിട്ടില്ല. അതാണ് ഈ കാണുന്ന ട്രക്ക്. ഇതിൻ്റെ ബോഡിയൊക്കെ നിങ്ങൾ നോക്കാനാണെങ്കിൽ ഫുള്ള് പ്ലാസ്റ്റിക്കാണ്. കാരണം ഇത് ഭയങ്കര പവർഫുള്ളാണ്, സ്പീഡ് വെച്ചാണെങ്കിലും. പക്ഷെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഈ ട്രക്കിന്. ഇതിൻ്റെ കൂടാതെ ബീഡ് ലോക്ക് അലോയ് വീൽസാണ് ഇതിന് വരുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് ഒരു മിറർ ഇവിടെ ഉണ്ട്. ഇതൊക്കെ വെറുതെ ഷോ ആണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, RC കാർ ഹോബി ഗ്രേഡ് യൂസ് ചെയ്യണവർക്ക് അറിയാൻ പറ്റും ഇതിനെപ്പറ്റി. ഇതൊക്കെ ഫുള്ള് അത്ര റിമൂവബിളാണ്. ഈ ക്ലിപ്പൊക്കെ കഴിക്കാനാണെങ്കിൽ നിങ്ങൾക്കിത് റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ മേളിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോഡി ഏതാണോ അത് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ബാക്കിൽ ഒരു എന്താ പറയുക, ക്രെയിൻ നിങ്ങൾക്ക് ഇപ്പോൾ ടോ ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയുണ്ട്. ഇവിടെ ഒരു എക്സോസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ ഇല്ലേ, വെറുതെ കിട്ടില്ലനാണ്. ഓക്കെ, നല്ല കിട്ടിലൻ ക്വാളിറ്റിയുള്ള സസ്പെൻഷനാണ് ഇതിന് വരുന്നത്. പിന്നെ വേറൊരു സാധനം എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് ഈ ഒരു കൺട്രോളറാണ്. ഹോബി ഗ്രേഡ് കൺട്രോളറാണ്. അതും 2.4G ഫ്രീക്വൻസി വരുന്ന കൺട്രോളറാണ് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് 3 ബാറ്ററിയാണ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇടേണ്ടത്. കൺട്രോളറിൻ്റെ അകത്ത് ഇതിൽ നിങ്ങൾ എത്രയും പവർഫുള്ളായിട്ടുള്ള ബാറ്ററി ഇടണോ അതിനനുസരിച്ച് ഇതിൻ്റെ പവറും മാറുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ട്രക്കിൻ്റെ ഉള്ളിൽ വരുന്ന ബാറ്ററി ഡ്യുവൽ ബാറ്ററിയാണ്. ഇപ്പോൾ നിങ്ങൾ ഇത് റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ബാറ്ററി ഇട്ട് കൊടുക്കണം. അതിനുശേഷം വേണം ഇത് ഓൺ ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്യിക്കാൻ. ഇതിൻ്റെ അകത്ത് വരുന്ന ബാറ്ററി ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ചാർജിങ് അഡാപ്റ്റർ. ഇതാണ് ഇതിൻ്റെ ബാറ്ററി. 2 ബാറ്ററിയാണ് വരുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് 4 ആക്കാം. 4 ബാറ്ററി മേടിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പെർഫോമൻസ് ഈ ഡ്രിഫ്റ്റ് ട്രക്ക് നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ ട്രക്കിൻ്റെ ഉള്ളിലേക്ക് ഈ ബാറ്ററി ഇടണം. എങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഇതുപോലെ തന്നെ റിമൂവ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചാർജ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ സ്ക്രൂ റിമൂവ് ചെയ്തതിന് ശേഷം ഇവിടെ 2 ഓപ്പണിംഗ് ഉണ്ട്. 2 ഓപ്പൺ ചെയ്യുക. അതിലേക്ക് നമ്മൾ നമ്മുടെ ബാറ്ററി ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് വർക്കിംഗ് ആവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുക. അതുപോലെ നിങ്ങളിത് പ്ലേസ് ചെയ്യണം. അല്ല, ഇത് പ്രോപ്പർലി നിങ്ങൾ ക്ലോസ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രൂ ഒക്കെ ഇട്ടില്ലെങ്കിൽ അത്യാവശ്യം നല്ല പവർഫുള്ളാണ്. ഈ ട്രക്കില്ലേ ഒരു 1.5 പോക്ക് അങ്ങോട്ട് പോകും. പിന്നെ അതൊക്കെ ഊരിപ്പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇത് നിങ്ങൾ യൂസ് ചെയ്യണതിന് മുമ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ റേസ് ചെയ്യണതിന് മുമ്പോ ഡ്രിഫ്റ്റ് ചെയ്യണതിന് മുമ്പോ ഇതിൻ്റെ ലോക്കൊക്കെ സ്ക്രൂ ഒക്കെ പ്രത്യേകിച്ച് കറക്റ്റായിട്ട് ഇടുക. ഇതാണ് ഇതിൻ്റെ അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്യണ സംഭവം. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇത് പ്ലാസ്റ്റിക്കാണ്. ഇത് പ്ലാസ്റ്റിക്കിന് തന്നെ ചെറിയൊരു ക്വാളിറ്റി, ഒരു ഷീറ്റിൻ്റെ ഒരു സൈസ് ഇതിനുള്ള ജസ്റ്റ് ഒരു ഷീറ്റ്, ചെറിയൊരു ഷീറ്റ്. നിങ്ങൾക്ക് ഇതിൻ്റെ സംഭവം കണ്ടാൽ മനസ്സിലാവും. കാരണം അതിൻ്റെ ആവശ്യമുള്ളൂ. കൂടുതൽ ഡാമേജസ് ഒന്നും ഉണ്ടാണ്ടിരിക്കാൻ വേണ്ടിയാണ്. ഇത് നിങ്ങൾ ഊരിയിട്ട് നിങ്ങൾക്ക് ഇതിൽ തന്നെ വേറെ ബോഡീസൊക്കെ പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ഓടിക്കണം എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പവർ ഓടിക്കണം എങ്ങനെയാണ്, ഡ്രിഫ്റ്റ് ആവില്ല എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. വാ, ജസ്റ്റ് നമുക്ക് ഈ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യുക. അതിനുശേഷം നമ്മളിത് താഴത്തൊന്ന് വെക്കുക. പിന്നുള്ളത് നമ്മുടെ കൺട്രോളറിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തേക്കാണ് ആക്സലറേഷൻ ഫോർവേഡ്, ഇത് റിവേഴ്സ്. അപ്പോൾ താഴത്തേക്ക് നമ്മളിങ്ങനെ ഗണ്ണിൽ നമ്മൾ ഫയറിങ്ങിൽ പ്രസ് ചെയ്യാനാണെങ്കിൽ ഫ്രണ്ടിലേക്ക് പോകും. ബാക്കോട്ട് നിൽക്കാനാണെങ്കിൽ റിവേഴ്സ് പോകും. റൈറ്റ്, ഇത് ലെഫ്റ്റ്. ഓക്കെ, റൈറ്റ് ലെഫ്റ്റ്. അപ്പോൾ നമുക്കിനി അങ്കത്തട്ടിലേക്ക് കിടക്കാം. നോക്കിക്കോ, പോക്ക് പോയിക്കോട്ടെ. ഡ്രിഫ്റ്റാണ്. ഓക്കെ, കൈ നിൽക്കൂല, നല്ല ഓറാണ്. ഇത് ജസ്റ്റ് നോക്കി ഇതിൻ്റെ ഡ്രിഫ്റ്റിങ് ക്വാളിറ്റി നിങ്ങൾ നോക്കിയേ, പക്കാ ഡ്രിഫ്റ്റ് ചെയ്യും. ഏത് പൊസിഷനിലാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് ഈസിലി കറക്കിയെടുക്കാവുന്നതാണ്. ഈ ട്രക്കിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവറാണ്. ഭയങ്കര പവർ ഓറിയൻറ്റഡ് RC ആണ്. നോക്കി കണ്ട, എത്ര നേരം വേണമെങ്കിലും നിങ്ങൾക്ക് ഇറങ്ങിക്കോളും. ഏകദേശം ഒരു 45 മിനിറ്റ്സ് നിങ്ങൾക്ക് ഈ RC കാറിൽ ചാർജ് കിട്ടുന്നതാണ്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കാറുണ്ട് നല്ല പവറുള്ള RC കാർസ് എവിടെയെന്ന്. ഇതാണ് അവർക്കുള്ള ഉത്തരവാണ് ഈ RC കാർ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇവിടെ വന്നിട്ട് വരാണെങ്കിൽ ഈ കാർ കാണാം, പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4,999 നമ്മൾ സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, ഇതുപോലത്തെ ഒരു OB ഗ്രേഡ് RC കാർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഏകദേശം മിനിമം ഒരു
10 to 15 എബോവ് കൊടുക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു RC കാർ ഡ്രിഫ്റ്റ് ട്രക്ക് നമ്മൾ പ്രൈസ് ഇട്ടിരിക്കുന്നത് വളരെ വളരെ റീസണബിൾ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വരാനാണെങ്കിൽ ഈ വണ്ടി കാണുകയും ചെയ്യാം, അതുപോലെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം ഒരു മട്ടറിയും ടയേഴ്സൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. നല്ല ഷോക്ക് അങ്ങനെ കാര്യങ്ങളുണ്ട്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് ഈ കാർ പർച്ചേസ് ചെയ്യാനായി കിട്ടുന്നതാണ്. കാരണം ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ പേഴ്സണൽ യൂസ് ചെയ്തിട്ട് ഞാൻ പറയുന്ന എക്സ്പീരിയൻസ് ഉള്ള കാസ് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് പർച്ചേസ് ചെയ്തു. കാരണം ഇത് ഞാൻ മിക്കവാറും എൻ്റെ പേഴ്സണൽ കളക്ഷനിലേക്ക് ഒരെണ്ണം ഞാൻ കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്, നിങ്ങൾ ഈ കാർ മേടിക്കാനാണെങ്കിൽ എന്തായാലും ഡിസപ്പോയിൻറ്റഡ് ആവില്ല. കിഡിലിനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്ത് പഠിക്കാനുള്ളവർക്ക് പഠിക്കുകയും ചെയ്യാം, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാവുന്നതാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന കമൻസ് ആണെങ്കിൽ ഞാൻ അതിനനുസരിച്ച് വീഡിയോ ഒക്കെ ചെയ്ത് നിങ്ങളെ ഹാപ്പി ആക്കട്ടെ. അപ്പോൾ ഞാൻ ഇനി പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും ബൈ.